സല്യൂട്ട് ഭാരത്. ഇന്ന് നമ്മോടൊപ്പമുള്ള അതിഥി പ്രമുഖ മാധ്യമപ്രവർത്തകൻ ശ്രീ ഹരികുമാറാണ്. സാർ നമസ്കാരം. നമസ്തേ സാർ, ഈ വരുന്ന 8-ാം തീയതി ഇന്ത്യ ഈ ഒരു മിസൈൽ പരീക്ഷണം, ഒരു ദീർഘദൂര മിസൈൽ, അതായത് ഹൈപ്പർസോണിക് മിസൈൽ പരീക്ഷിക്കുന്നതായി അറിയുന്നു. അത് ബംഗാൾ ഉൾക്കടലിന് മുകളിൽ കൂടെയാണ് എന്നാണ് പറയുന്നത്. അതായത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ 1-ാം വാർഷികത്തിൽ ഇത്തരത്തിൽ ഒരു മിസൈൽ പരീക്ഷണം ഇന്ത്യ നടത്തുന്നതിന്റെ സാങ്കത്യം എന്ത്? സർ, ആ മിസൈലിനെ കുറിച്ച് ഒന്ന് പറയാമോ? ആ മിസൈൽ പരീക്ഷണത്തെ കുറിച്ച് ഒന്ന് പറയാമോ? ശരിയാണ്. മെയ് 6-നും 9-നും ഇടയ്ക്ക് ഇന്ത്യ വീലർ ഐലൻഡിൽ നിന്നും ഏതാണ്ട് 3000, അതായത് വീലർ ഐലൻഡ് ഒഡീഷയ്ക്ക് സമീപമുള്ള ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന, ഇപ്പോഴതിന് പേരിട്ടിരിക്കുന്ന APJ അബ്ദുൽ കലാമിന്റെ സ്മാരകമായിട്ട് APJ അബ്ദുൽ കലാം ഐലൻഡ് എന്നാണ്. അവിടെ നിന്നും ഏതാണ്ട് 3550 കിലോമീറ്ററോളം ദൂരം നോട്ടാം എന്ന് പറയുന്നത് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. നോട്ടാം എന്ന് പറഞ്ഞാൽ നോ ടു എയർമാൻ എന്നൊരു വാണിംഗ് ആണ്. അതായത് അതുവഴി പറക്കുന്ന വിമാനങ്ങൾക്ക് കൊടുക്കുന്ന, പൈലറ്റുമാർക്ക് കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പാണ്. മുന്നറിയിപ്പ് ഇതാണ്: അതായത് ഇവിടെ ഒരു മിസൈൽ പരീക്ഷണം നടക്കാൻ പോവുകയാണ്, ഇതുവഴി പോകുന്നത് സൂക്ഷിച്ചു വേണം. പോകുന്നതിന് മുമ്പ് ഇന്ത്യയുടെ അതോറിറ്റീസുമായിട്ട് ബന്ധപ്പെടണം. അവർ പോകാൻ പറഞ്ഞാൽ മാത്രമേ പോകാവുള്ളൂ. അതൊരു നിശ്ചിത സമയത്തിനുള്ളിൽ പോയില്ലെങ്കിൽ അവിടെ പറക്കൽ സാധ്യമല്ല. ചില സമയങ്ങളിൽ പറക്കൽ തന്നെ നിഷേധിക്കും. അതാണ് നോട്ടാം. ആ നോട്ടാം ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഒരു രാജ്യം നോട്ടാം ഇഷ്യൂ ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത് അവിടെ ഒരു മിസൈൽ പരീക്ഷണം നടക്കാൻ പോകും. ആ ഡിസ്റ്റൻസ് വെച്ചിട്ട് നോക്കുമ്പോൾ ഈ 3500 കിലോമീറ്ററിലധികം എന്ന് പറയുന്നത് പലപ്പോഴും ഒരു ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലോ അല്ലെങ്കിൽ അതുപോലെ ഒരു ഹൈപ്പർസോണിക് മിസൈലിൽ ഒക്കെ ഉള്ള ദൂരപരിധിയാണ്. പലപ്പോഴും ഒരു മിസൈൽ ഫുൾ ദൂരം ടെസ്റ്റ് ചെയ്യണമെന്നില്ല. ഇപ്പൊ 5000 കിലോമീറ്റർ ദൂരപരിധിയുള്ള അല്ലെങ്കിൽ 10000 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഒരു മിസൈൽ വേണമെങ്കിൽ നമുക്ക് 3000 കിലോമീറ്റർ ഒരു പരിധി വെച്ച് ടെസ്റ്റ് ചെയ്യുക. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അത് കുത്തനെ ആകാശത്തോട്ട് വിട്ടിട്ട് ആ രീതിയിൽ അതിന് ലോഫ്റ്റഡ് ലോഞ്ച് എന്നാണ് അതിൻ്റെ ഒരു സാങ്കേതിക വാക്ക്. അതിലേക്ക് ഞാനിപ്പോൾ കൂടുതൽ പോകുന്നില്ല, അതൊരു സാങ്കേതികതയാണ്. അപ്പോൾ ഇന്ത്യ ഏത് മിസൈലാണ് പരീക്ഷിക്കാൻ പോകുന്നതെന്ന് ലോകം ആകാംക്ഷയോടെ നോക്കുകയാണ്. കാര്യം, 3-4 ദിവസം മുമ്പ് ഇന്ത്യ അവിടെ നിന്നും ഒരു ഹൈപ്പർസോണിക് മിസൈൽ, അതായത് LRSH, ലോങ് റേഞ്ച് ഷിപ്പ് ആന്റി ഷിപ്പ് ഹൈപ്പർസോണിക്, LRSH-AM ആന്റി ഷിപ്പ് ഹൈപ്പർസോണിക് മിസൈൽ നമ്മൾ വിക്ഷേപിച്ചിരുന്നു. ഇത് 1500 കിലോമീറ്റർ റേഞ്ച് ഉള്ള ഒരു ഹൈപ്പർസോണിക് മിസൈലാണ്. ഹൈപ്പർസോണിക് മിസൈലുകൾ 2 തരത്തിലുണ്ട്: ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ എന്ന് പറയുന്നതും ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ. ഇതിൽ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ എന്ന കാറ്റഗറിയിലുള്ള മിസൈലാണ് നമ്മൾ പരീക്ഷിച്ചത്. അത് ഒരു ആന്റി ഷിപ്പ്, ഒരു കപ്പൽ വേധ മിസൈലാണ്. അങ്ങനെ ഒരു മിസൈലിന്റെ പരീക്ഷണം ഇന്ത്യ നടത്തിയത്, അത് ശരിക്കും പറഞ്ഞാൽ ലോകം തന്നെ അത് വളരെ അത്ഭുതത്തോടെ നോക്കിയിരിക്കുകയാണ്. ഹൈപ്പർസോണിക് ആന്റി ഷിപ്പ് മിസൈലുകൾ ഇതുവരെ ആർക്കുമില്ല. ചൈനയുടെ കൈവശം ഒരു ഹൈപ്പർസോണിക് മിസൈലുണ്ട്, അത് പക്ഷേ ലാൻഡ് ടു ലാൻഡ് മിസൈലാണ്. ഈ ആന്റി ഷിപ്പ് മിസൈലിന് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, അതൊരു മൂവിങ് ടാർഗറ്റിന് നേരെ വിക്ഷേപിക്കുന്ന ഒരു മിസൈലാണ്. അതായത് ഒരു മൂവിങ് ടാർഗറ്റിന് നേരെ ഒരു മിസൈൽ വിക്ഷേപിക്കുമ്പോൾ ഈ മിസൈൽ അവിടെ എത്തുന്നതിന് മുമ്പ് ടാർഗറ്റ് എത്രമാത്രം സ്ഥാനചലനം സംഭവിച്ചിരിക്കും അതുകൂടെ കണക്കാക്കി അത്ര ദൂരം വളരെ കൃത്യമായ ദൂരം കണക്കാക്കുന്ന സോഫ്റ്റ്വെയറും റഡാറും ഒക്കെ, സീക്കർ എന്ന് പറയുന്നത്, റഡാറ്, ചെറിയൊരു റഡാർ സീക്കറാണ്, മിസൈലിന്റെ അറ്റത്ത് തന്നെ അത് കാണും. അപ്പോൾ അതൊക്കെയുള്ള ഒരു മിസൈലാണ്. അത്തരം ഒരു മിസൈലാണ് നമ്മൾ വിക്ഷേപിച്ചത്. അത് പൂർണ്ണ വിജയമായിരുന്നു എന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇന്ത്യ അതിനെക്കുറിച്ച് വലിയ ഒരു ഡീറ്റെയിൽസ് ഒന്നും പുറത്തു വിട്ടിട്ടില്ല. തീർച്ചയായിട്ടും, കാരണം അത് ലോകത്തിലെ തന്നെ ഇപ്പോൾ ഹൈപ്പർസോണിക് മിസൈൽ കൈവശമുള്ള 4 രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ്. മറ്റൊന്ന് അമേരിക്ക, റഷ്യ, ചൈന. അപ്പോൾ അപൂർവമായ ഒരു മിസൈൽ ഒരു ടെക്നോളജിയാണ്, അത് നമ്മൾ സ്വന്തമായിട്ട് വികസിപ്പിച്ചതാണ്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒരിക്കലും നമ്മൾ വെളിവിടില്ല. അവൈലബിൾ ഡീറ്റെയിൽസ് വെച്ചിട്ട് എനിക്ക് പറയാൻ കഴിയും, അതിൻ്റെ വാർഹെഡ്, അതായത് അതിന് വഹിക്കാൻ കഴിയുന്ന ഭാരം 1000 തൊട്ട് 2000 കിലോഗ്രാം വരെയാണ്. അതായത് പരമ്പരാഗത ഒരു ബോംബുകൾ, വാർഹെഡുകളും ന്യൂക്ലിയർ വാർഹെഡുകളും വഹിക്കാൻ കഴിയുന്ന ഒരു മിസൈലാണ് നമ്മൾ പരീക്ഷിച്ചത്. അത് ഗ്ലൈഡ് വെഹിക്കിൾ എന്നുള്ളൊരു കാറ്റഗറിയിൽ പെടുന്നതാണ്. അതുപോലെ തന്നെ
കാരണം നമ്മൾ ആ ദിവസം ഇന്ത്യയുടെ DRDOയുടെ ചെയർമാൻ പറഞ്ഞിരുന്നത് ഈ ഒരു മിസൈൽ മാത്രമല്ല, വേറെ 2 തരം ഹൈപ്പർസോണിക് മിസൈലുകളിലൂടെ വിക്ഷേപിക്കാൻ ഇന്ത്യ തയ്യാറെടുക്കുകയാണ്. പരീക്ഷണങ്ങൾ അവസാന ഘട്ടത്തിലാണെന്നാണ്. അതിൽ ഒരെണ്ണം ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലും മറ്റൊരെണ്ണം ഇതിനേക്കാൾ വളരെയധികം ദൂരപരിധിയുള്ള 10,000 കിലോമീറ്റർ വരെ ദൂരപരിധി പോയി ആക്രമിക്കാൻ അത്ര റേഞ്ചുള്ള ഒരു ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളുമാണ്. ഈ ഗ്ലൈഡ് വെഹിക്കിൾ എന്ന് പറയുമ്പോൾ ഞാനൊന്ന് ലളിതമായിട്ടൊന്ന് പറയാം. അത് ഒരു റോക്കറ്റിന്റെ സഹായത്തോടു കൂടി ഭൗമാന്തരീക്ഷത്തിന് വെളിയിൽ ചെന്നിട്ട് അവിടെ വെച്ച് റോക്കറ്റ് വേർപെടും. എന്നിട്ട് അത് ഭൂമിയിലേക്ക് ഒരു ഗ്ലൈഡർ പോലെ, അതായത് നമ്മളിപ്പോൾ ഒരു പേപ്പർ വെച്ചൊരു വിമാനം ഉണ്ടാക്കിയാൽ അതിങ്ങനെ ഒഴുകിയിറങ്ങുമല്ലോ. നമ്മൾ ആകാശത്തോട് കുട്ടികളായിട്ടിരിക്കുമ്പോൾ നമ്മളൊക്കെ വിമാനം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ആകാശത്തായിട്ട് ഇങ്ങനെ വിക്ഷേപിച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഒഴുകി പറന്നിറങ്ങും. അതുപോലെ പറന്നിറങ്ങുന്ന ഒരു മിസൈലാണിത്, ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ. അതിന്റെ വേഗത മാക്ക് 5 എന്ന് പറയും. അതായത് ശബ്ദത്തിന്റെ 5 ഇരട്ടി വേഗതയാണ്. ശബ്ദത്തിന്റെ വേഗത നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു മണിക്കൂറിൽ 1235 കിലോമീറ്റർ ആണ് ശബ്ദത്തിന്റെ വേഗത. അതിന്റെ 5 ഇരട്ടി, ഏതാണ്ട് ഒരു 6000 കിലോമീറ്ററിലൊക്കെ അധികം വേഗത മണിക്കൂറിലുള്ള. ഞാൻ സമയപരിധി പോലെ ഇടപെടുകയാണ് സാർ. ഇതിന്റെ ഒരു ചുരുക്കെഴുത്തുന്ന രീതിയിൽ, നമ്മുടെ ഈ സംസാരത്തിന്റെ ചുരുക്കെഴുത്തുന്ന രീതിയിൽ, ഇത് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ 1-ാം വാർഷികത്തിനാണ് ഈ പറയുന്ന രീതിയിൽ പരീക്ഷണം നടത്താൻ ഒരുങ്ങുന്നത് എന്ന് പറയുമ്പോൾ അതുകൂടെ ഈ ഓപ്പറേഷൻ സിന്ദൂർ വാർഷികത്തിൽ തന്നെ നമ്മുടെ രാജ്യം ഇതിന് മുതിരുന്നു എന്ന് ഉള്ളപ്പോൾ അതും കൂടെ അതേ വാർഷികത്തിൽ തന്നെ ഇത് ചെയ്യുന്നതിന്റെ പിന്നിൽ എന്താണ് സാർ നമ്മുടെ രാജ്യം ഉദ്ദേശിക്കുന്നത്? ഏത് നമ്മുടെ ശത്രു രാജ്യങ്ങൾക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പാണോ? ഒന്ന് ചുരുക്കി പെട്ടെന്ന് പറയാം. തീർച്ചയായിട്ടും പാകിസ്ഥാനും ചൈനയ്ക്കും നൽകുന്ന ഒരു വലിയ മുന്നറിയിപ്പാണ്. അതുകൂടാതെ ഒരു കാര്യം കൂടെ ഒന്ന് സൂചിപ്പിക്കാൻ ഞാൻ, അതായത് ഇത് ഹൈപ്പർസോണിക് മിസൈൽ ആകാം, അതല്ലെങ്കിൽ മറ്റൊരു സാധ്യത നിരീക്ഷകർ കാണുന്നത് ഈ അന്തർവാഹിനികളിൽ നിന്നും വിക്ഷേപിക്കുന്ന K4 എന്ന് പറയുന്ന ബാലിസ്റ്റിക് മിസൈൽ നമ്മൾ ഈ അടുത്ത കാലത്ത് വിജയകരമായിട്ട് വിക്ഷേപിച്ചിട്ടുണ്ട്. പക്ഷെ അതില് MIRV എന്ന് പറയുന്ന നിരവധി വാർഹെഡുകൾ ചേർക്കുന്ന ഒരു പ്രക്രിയ അത് ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ MIRV ടെക്നോളജിയും കൂടെ ചേരുന്ന ഒരു ഒരു ബാലിസ്റ്റിക് മിസൈലും ആകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ തീർച്ചയായിട്ടും ഇത് സാങ്കേതിക വിദ്യയുടെ പരമകാഷ്ഠയാണ്. MIRV ടെക്നോളജി ഉള്ള ഒരു സബ്മറൈൻ ലോഞ്ച്ഡ് SLBM എന്ന് പറയുന്ന സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽ ആണെങ്കിലും, അതല്ല ഒരു ഹൈപ്പർസോണിക് മിസൈൽ ആണെങ്കിലും, തീർച്ചയായിട്ടും അതൊരു ഇന്ത്യക്ക് വലിയൊരു അഡ്വാൻറ്റേജാണ്. ഇത് പാകിസ്ഥാനും ചൈനയ്ക്കും കൊടുക്കുന്ന വളരെ കൃത്യമായ ഒരു മുന്നറിയിപ്പാണ്. ഒരു കാരണവശാലും തീർച്ചയായിട്ടും സാർ, ഇതിന്റെ ഈ വിക്ഷേപണത്തെ സംബന്ധിച്ച് മറ്റു വിവരങ്ങൾ ലഭ്യമാകുമ്പോൾ നമുക്ക് തുടർന്നും സംസാരിക്കാതിരിക്കാം. സാറിന് അതിന്റെ മറ്റു വിവരങ്ങൾ, അപ്ഡേഷൻ സാർ തീർച്ചയായും പറയുമെന്ന് നമുക്ക് ധരിക്കാം. തീർച്ചയായിട്ടും. അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.